ഹായ്, നിങ്ങളൊരു +2 ഹോൾഡർ ആണോ? അതോ നിങ്ങളൊരു BCom BSc BA ഹോൾഡർ ആണോ? നിങ്ങളൊരു നല്ലൊരു ജോബാണോ നോക്കുന്നത്? ആസ് എൻ അക്കൗണ്ടന്റ്, അതോ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ, അല്ലെങ്കിൽ അതിനേലും ടോപ്പസ്റ്റ് പോസ്റ്റുള്ള ഒരു ജോബാണോ നിങ്ങൾ എയിം ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് വേണം. എന്തൊക്കെയാണ് ആ സ്കിൽസ്? ഫസ്റ്റ് സ്കില്ലാണ് അപ്സ്കില്ലിംഗ് സർട്ടിഫിക്കേഷൻ കോഴ്സ്. സെക്കൻഡ് പറയുന്നത് ടൈം മാനേജ്മെന്റ് സ്കിൽസ്. തേർഡ് പറയുന്നത് പ്രൊഫഷൻസി ഇൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. വാട്ട് ഡു യു മീൻ ബൈ ഓൾ ദീസ് സ്കിൽസ്? എന്താണ് ഈ സ്കിൽസ് പറയുന്നത്? നമുക്ക് ഓരോ സ്കിൽസ് ആയിട്ട് നോക്കാം. അപ്സ്കില്ലിംഗ് സർട്ടിഫിക്കേഷൻ കോഴ്സ്. സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? സാധാരണ ഒരു കോഴ്സ്, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ജോബ്സ്, നമ്മുടെ നല്ലൊരു സേഫ് ആൻഡ് സെറ്റിൽഡ് ലൈഫിന് പറ്റിയ നല്ലൊരു ഹൈ സാലറിയുള്ള ജോബ് കിട്ടണമെങ്കിൽ അതുപോലത്തെ ഒരു കോഴ്സ് നമ്മൾ ചെയ്യണ്ടേ? ആ കോഴ്സിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം? നമുക്കറിയാം, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഒരു ജോബ്, ഏത് ഫീൽഡിലും അക്കൗണ്ട്സ്, GST, ടാക്സ്, UAE VAT, കോർപ്പറേറ്റ് ടാക്സ്, കുറെ പേരുകളിൽ ഓവറോൾ നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. ആർക്കൊക്കെ ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാം? എന്താണ് ഇതിൻ്റെ ബേസ്? എന്താണ് ഇതിൻ്റെ കണ്ടന്റ്? എന്താണ് ഇതെന്ന് എത്ര പേർക്കറിയാം? എത്ര BCom സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നോൺ കോമേഴ്സ് സ്റ്റുഡൻസിന് എത്ര പേർക്കറിയാം? അപ്പോൾ നമ്മളൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുക്കുമ്പോൾ ആ എടുക്കുന്ന കോഴ്സിൽ നമുക്ക് എല്ലാം, ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് വേണം അത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ലൊരു കോഴ്സ് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു അക്കൗണ്ട്സ് വിത്ത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അങ്ങനത്തെ ഒരു കോഴ്സാണ് നമ്മൾ ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ വേണം? അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സിൻ്റെ ബേസിക് തൊട്ട് ഫൈനലൈസേഷൻ വരെയുള്ള എല്ലാ കണ്ടന്റും ഇൻക്ലൂഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നന്നായിട്ട് മനസ്സിലാവുന്ന പോലെ ഫ്ലോ ചാർട്ട്സും ഡയഗ്രാമും എല്ലാം വരച്ച്, അല്ലാതെ കുറേ വാരി വെച്ച് തിയറി ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അതൊന്നും സാധിക്കില്ല. കാരണം ഇൻ്റർവ്യൂവിൽ ഒരു ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച ആ സ്റ്റഡി മെറ്റീരിയൽ ചിലപ്പോൾ ഉണ്ടാവില്ല. സോ നമ്മളൊരു അക്കൗണ്ട്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യണം. എങ്ങനെ അവർ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഷഫിൾ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും, എത്ര എക്സ്പേർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് നോ എന്ന് പറയാതെ ആൻസർ പറയാൻ സാധിക്കണം. അതുപോലെ ആയിരിക്കണം ഓരോ കോഴ്സും നമ്മൾ പഠിക്കും. അപ്പോൾ അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ഫ്രം ദ ബേസ്, വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ട്സ് തൊട്ട് ഫൈനലൈസേഷൻ ഓഫ് അക്കൗണ്ട്സ്, ഇത്രയും വളരെ ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ഇൻ എ സിമ്പിൾ മാനർ നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ GST എന്ന് പറഞ്ഞാൽ എന്തിന് GST യൂസ് ചെയ്യണം? എന്തുകൊണ്ട് GSTക്ക് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നു? GST റിട്ടേൺസ് ഓൺലൈനായിട്ട് എങ്ങനെ ഫയൽ ചെയ്യും? അതിൻ്റെ ബേസിക്സ് എന്താ? ഇത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാനായിരിക്കണം GST. ജസ്റ്റ് ഒരു 5-6 പേജ് തിയറി വായിച്ചു പോയാൽ ഒന്നും നടക്കില്ല. ഇൻ ഡെപ്ത് ആയിട്ട് GSTയെ കുറിച്ച് ഒരു ഓഫീസിൽ പോയാൽ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഒരു GST ഒരു 10 ക്ലയൻസിൻ്റെ ഫയൽ ചെയ്യണമെങ്കിൽ ഓൺ ദ സ്പോട്ട് ഫയൽ ചെയ്യാനുള്ള കഴിവ് വേണമെങ്കിൽ അതുപോലെ GST പഠിക്കണം. സെയിം ഇസ് ദ കേസ് ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സും സെയിം തന്നെ. വൈ ഇൻകം ടാക്സ് ഇസ് കോൾഡ് ഡയറക്റ്റ് ടാക്സ്? എന്താണ് ഇൻകം ടാക്സും GSTയും തമ്മിലുള്ള ഡിഫറൻസ്? എന്തിനാണ് 2 ടാക്സസ് ഇന്ത്യയിൽ? ഇന്ത്യക്ക് പുറത്ത് ഈ ടാക്സ് ഉണ്ടോ? ഇതിങ്ങനെ കുറേ ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. അതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, അതും ഇൻ എ സിമ്പിൾ ആൻഡ് ഡീപ്പ് മാനർ. അതുപോലെ ഇൻകം ടാക്സിൽ എന്തെല്ലാം ഓൺലൈൻ ഫയലിങ്സ് ഉണ്ട്, എത്ര ടൈപ്പ് ഓഫ് റിട്ടേൺസ് ഉണ്ട്, ഇതെല്ലാം പഠിക്കണം. അതുപോലെ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി നോക്കുന്നവർ കൂടുതലും ഔട്ട് ഓഫ് ഇന്ത്യ പോകാൻ ആഗ്രഹിക്കുന്ന എസ്പെഷ്യലി ബോയ്സ്, അവർക്ക് എല്ലാവർക്കും പുറത്തോട്ട് പോയി ജോലി ചെയ്യണം. നല്ല സാലറി പാക്കേജും കിട്ടും. അവിടെ പോകുമ്പോൾ നമ്മുടെ GSTയും ഇൻകം ടാക്സും ഒന്നും വാല്യൂ അല്ല. ബിക്കോസ് ഇന്ത്യക്കകത്താണ് GSTയും ഇൻകം ടാക്സ്. എന്താണ് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള അക്കൗണ്ടന്റ് ചെയ്യാനുള്ള അവിടെ ചെയ്യാനുള്ളത്? GCC VAT ഓർ UAE VAT. ഈ കോഴ്സിൻ്റെ ഉള്ളിൽ ഈ GCC VAT ഓർ UAE VAT, കോർപ്പറേറ്റ് ടാക്സ് ഓഫ് UAE, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. ഇതുപോലത്തെ കോഴ്സ് പഠിച്ചാലേ നമുക്ക് ഏതൊരു സ്ഥലത്തും ഹൈ ലെവൽ ജോബ്സ് നമുക്ക് കിട്ടുള്ളൂ. നമുക്കൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനും ഞങ്ങൾക്കൊരു സാലറി ഡിമാൻഡ് ചെയ്യാനും എല്ലാം പറ്റണമെങ്കിൽ അതുപോലെ ഞങ്ങൾ എക്സ്പേർട്സ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കേഷൻ കോഴ്സ് എടുക്കുമ്പോൾ ഇതുപോലത്തെ കോഴ്സ് വേണം എടുക്കാൻ. ഇത് മാത്രം മതിയോ ഒരു അക്കൗണ്ടന്റിന്? പോരാ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് വേണം. വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ്? എല്ലാ സോഫ്റ്റ്വെയർസും പോലെയാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിൾ MS ഓഫീസ്. MS ഓഫീസ് പറഞ്ഞാൽ എന്താ? MS വേർഡ്,
MS Excel ആൻഡ് PowerPoint. ഇത് പഠിക്കണമെങ്കിൽ അധികം തിയറിറ്റിക്കൽ നോളജ് വേണ്ട, ഏതൊരാൾക്കും സുഖമായിട്ട് പഠിക്കാവുന്നതാണ് MS ഓഫീസ്. പക്ഷെ ഒരു അക്കൗണ്ടന്റിന് MS ഓഫീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ദ സ്പോട്ട് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻ എക്സലിൽ ചെയ്യണം, സ്ലൈഡ് ഷോസ് കാണിക്കണം, ഒരു മീറ്റിങ്ങിൽ ക്ലയൻറ്റിനെ കാണിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ MS ഓഫീസ് വേണം. പക്ഷേ MS ഓഫീസിനേക്കാളും അതൊരു ആഡഡ് കോഴ്സ് അല്ലാതെ നമുക്കൊരു മെയിൻ കോഴ്സ് അല്ല ഒരു അക്കൗണ്ടൻറ്റ് MS ഓഫീസ്. MS ഓഫീസിനേക്കാളും വളരെ ഇമ്പോർട്ടൻറ്റ് കോഴ്സാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ കുറച്ച് പ്രാക്ടിക്കൽസ്. അതെന്തൊക്കെയാണ്? ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയി നിൽക്കുന്ന അക്കൗണ്ട്സിൻ്റെ അക്കൗണ്ടിങ് പ്രാക്ടിക്കൽസ് ആണ് ടാലി പ്രൈം. ഒട്ടുമിക്ക ബിസിനസ്സും ടാലി പ്രൈമിലാണ് അവിടെ അക്കൗണ്ട്സ് എല്ലാം അവർ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ചെന്നൈ സോഫ്റ്റ്വെയർ സോഹോ ബുക്സ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിവെയർ അറ്റ് എനി ടൈം നമുക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എവിടെ വെച്ചായാലും നമുക്കൊരു സിസ്റ്റം കയ്യിലുണ്ടെങ്കിൽ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ടാബിലായാൽ പോലും നമുക്ക് എനിവെയർ എനി ടൈം നെറ്റ് കണക്ഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട്സ് ചെയ്യാം. അതാണ് സോഹോ ബുക്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ടാലി പ്രൈം വാസ്റ്റ് കമ്പനീസ്, വൈഡ് കമ്പനീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടാലി പ്രൈം. ദെൻ കുറച്ച് ഫോറിൻ സോഫ്റ്റ്വെയർസ്, ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഫോറിൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്വിക്ക് ബുക്സ്, Sage 50, അതിൻ്റെ പണ്ടത്തെ പേരാണ് പീച്ച് ട്രീ. ഇതുപോലത്തെ ഫോറിൻ സോഫ്റ്റ്വെയർ. പിന്നെ ജർമ്മൻ സോഫ്റ്റ്വെയർ SAP, ഏറ്റവും ലേറ്റസ്റ്റ് ഡിമാൻഡ് ഉള്ളൊരു സോഫ്റ്റ്വെയർ ആണ് SAP. ഇതെല്ലാം ഇൻ ഡെപ്ത് ആയിട്ട് അറിഞ്ഞാലേ ഒരു അക്കൗണ്ടന്റിന് നല്ലൊരു പോസ്റ്റിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സാധാരണ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോയി പഠിക്കണമെങ്കിൽ അവർ ജസ്റ്റ് ആ സോഫ്റ്റ്വെയർ ഒന്ന് പരിചയപ്പെടുത്തരും, റാൻഡം ക്വസ്റ്റ്യൻസ് തരും, നമ്മളത് ചെയ്യും. ചിലവർക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു നല്ലൊരു കോഴ്സ്, നല്ലൊരു റെപ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കണമെങ്കിൽ ആ കോഴ്സിൽ ഒരു അക്കൗണ്ടന്റിന് എന്തെല്ലാം വേണം, എന്തൊക്കെയാണ് ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഓവറോൾ ഒരു ജോബ് നോക്കുന്ന ആൾക്ക് എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് എന്നൊരു നല്ല റെപ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർ നല്ല ഫാക്കൽറ്റീസ്, അവർക്ക് നല്ല നല്ല ക്ലാസ്സസ് കൊടുക്കും, നല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കും. എന്തൊക്കെയാണ് ഒരു അക്കൗണ്ടന്റിന് അല്ലെങ്കിൽ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷന് വേണ്ടത്? ക്യാഷ് മാനേജ്മെന്റിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടാവണം. എന്താണ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ക്യാഷ് ടാലിയും ചെയ്യണം, ക്ലോസ് ചെയ്യണം. നാളത്തേക്ക് വെക്കാനും പിറ്റേ ദിവസത്തേക്ക് വെക്കാനും പറ്റില്ല. ക്യാഷ് ഇസ് ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റ്. ലിക്വിഡ് അസറ്റ് എന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് എന്ത് ഫ്രോഡും ചെയ്യാം. അതുകൊണ്ട് എപ്പോഴും ക്യാഷ് ഡെയിലി ബേസിസിൽ ക്ലോസ് ചെയ്യാനും ടാലി ചെയ്യാനും മാനേജ് ചെയ്യണം. അതാണ് ക്യാഷ് മാനേജ്മെന്റ്. നെക്സ്റ്റ് എന്താണ്? വൗച്ചർ മാനേജ്മെന്റ്. വാട്ട് ഡു യു മീൻ ബൈ വൗച്ചർ മാനേജ്മെന്റ്? വൗച്ചർ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഓരോ ട്രാൻസാക്ഷനും വൗച്ചർ വേണം, അതിൻ്റെ സപ്പോർട്ടിങ്സ് വേണം, ഓരോ ബിൽസും സ്പെസിഫൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പർച്ചേസ് ചെയ്യുന്ന ബിൽസ് ഉണ്ടാവാം, സെയിൽ ചെയ്യുന്ന ബിൽസ് ഉണ്ടാവാം, റെസീറ്റ്സ് കൊടുക്കുന്ന ബിൽസ് ഉണ്ടാകാം, പേയ്മെന്റ് കൊടുക്കുന്ന ബിൽസ് ഉണ്ടാവാം. ഈ ബിൽസ് എല്ലാം അതാത് വൗച്ചറിൽ സപ്പോർട്ടീവായിട്ട് വെക്കണം, സെപ്പറേറ്റ് ഫയൽസിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ അവസാനമാകുമ്പോൾ എല്ലാം കൂടെ സ്കാറ്റർ ആയിട്ട് നമുക്ക് കിട്ടില്ല, വളരെ നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ട് എല്ലാം ഉണ്ടാകും. ആ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വൗച്ചർ മാനേജ്മെന്റ്. ഒരു 2 രൂപ 10 രൂപ ബില്ലാണെങ്കിൽ പോലും അതുപോലും വൗച്ചർ വെച്ചാൽ നമുക്ക് ആ ക്യാഷിൻ്റെ ബാലൻസും കിട്ടും, വൗച്ചറിൻ്റെ മാനേജ്മെൻറ്റും കിട്ടും. എന്താണ് നെക്സ്റ്റ് മാനേജ്മെൻറ്റ്? ബാങ്ക് റീകൺസിലിയേഷൻ സിസ്റ്റം. ഏതൊരു ബിസിനസ്സിനും ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ബിസിനസ് ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഒറ്റൊരു ബിസിനസ്സിനും ഒരു കറണ്ട് അക്കൗണ്ടോ സേവിങ്സ് അക്കൗണ്ട് ഇല്ലാത്തൊരു ബിസിനസ് ഉണ്ടാവില്ല, ചെറുതാവട്ടെ വലുതാവട്ടെ. എല്ലാ ദിവസവും ബിസിനസ് എൻറ്റിറ്റിയിൽ നിന്ന് ചെക്സ് ഇഷ്യൂ ചെയ്യും, ക്ലയൻസ് ചെക്സ് ഡെപ്പോസിറ്റ് ചെയ്യും. ചെക്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എൻ്റെ ബാങ്കിൽ ബാലൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞാലല്ലേ ചെക്ക് ഇഷ്യൂ എന്ന പ്രോപ്പർ ഫോമാറ്റിൽ പോവുള്ളൂ. അതറിയണമെങ്കിൽ എല്ലാ ദിവസവും ബാങ്ക് റീകൺസൈൽ ചെയ്യണം. എൻ്റെ പാസ്ബുക്കിൻ്റെ ബാലൻസും എൻ്റെ ബുക്കിലെ ബാലൻസും എല്ലാ ദിവസവും റീകൺസൈൽ ചെയ്യണം. അങ്ങനെ ഒരു ഹാബിറ്റ് നമുക്കുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ക്യാഷ്, ബാങ്ക് ആൻഡ് ബിൽസ് മാനേജ് ചെയ്ത് കറക്റ്റ് ഫോമാറ്റിൽ പോവാം. യാതൊരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ ആ ബിസിനസ് മുമ്പോട്ട് പോകാം. ആ ടോപ്പ് മാനേജ്മെൻറ്റിന് ഞങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടാകും. എല്ലാ കാര്യവും സിൻസിയറും പെർഫെക്റ്റായി ചെയ്യുന്ന ഒരു സ്റ്റാഫായിരിക്കും നമ്മൾ. സോ നമുക്ക് ഗ്രാജുവലി നമ്മുടെ സാലറി ഇൻക്രീസ് ചെയ്യും, നമുക്ക് അടുത്ത സാലറി ഡിമാൻഡ് ചെയ്ത് പുതിയ സ്ഥലത്ത് കയറാം. അങ്ങനെ കുറേ നമുക്ക് ഗുഡ് ക്വാളിറ്റീസ് കിട്ടും. ഇനി വേണ്ട മാനേജ്മെൻറ്റ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. ഗുഡ്സ് വിൽക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവിടെ സ്റ്റോക്ക് ഉണ്ടാകും. സ്റ്റോക്ക് എപ്പോഴും ഒരു ക്ലയൻറ്റ് വന്നിട്ട് ഗുഡ്സ് ചോദിക്കുമ്പോൾ
ഓൺ ഡിമാൻഡ് സ്റ്റോക്ക് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ സ്റ്റോക്ക് ശരിക്കും മാനേജ് ചെയ്യണം. സ്റ്റോക്ക് റെഡ്യൂസ് ആവുന്നുണ്ട്, ബിലോ ദ മിനിമം ലിമിറ്റ് പോകുന്നുണ്ടെങ്കിൽ ഉടനെ അടുത്ത സ്റ്റോക്ക് നമ്മൾ ഓർഡർ ചെയ്യണം. പക്ഷെ ഓർഡർ ചെയ്യുന്നത് എക്സസ് ആയി ക്ലയൻസ് ഇല്ലാതെ സ്റ്റോക്ക് ഫാക്ടറിയിൽ വെറുതെ കിടക്കുന്ന പോലെ ആകരുത്. സോ അത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണം. അതാണ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. അവസാനം വരുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെൻറ്റ്. എന്ന് വെച്ചാൽ കുറേ ഗുഡ്സ് ഞാൻ ചിലപ്പോൾ വെൻഡറിൽ നിന്ന് കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവുക, കുറേ കസ്റ്റമേഴ്സ് എൻ്റെ നിന്ന് ഗുഡ്സ് കടം വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ വെൻഡറിൻ്റെയും കസ്റ്റമറിൻ്റെയും ബാലൻസസ് ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ് ചെയ്യണം. എപ്പോഴും ഞാൻ വെൻഡറിൻ്റെ അടുത്തും കസ്റ്റമറിൻ്റെ അടുത്തും സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങണം. സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എൻ്റെ ബുക്കായിട്ട് ബാലൻസ് ചെയ്ത് നോക്കണം. ഇനി ചിലർക്ക് ഞാനൊരു ഡ്യൂ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാകും, 3 മാസത്തിൽ എനിക്ക് പേയ്മെൻറ്റ് തരണം. അവർ 3 മാസം തന്നില്ലെങ്കിൽ അവർക്കൊരു ഇൻറ്റിമേഷൻ കൊടുക്കുക, അവർക്കൊരു റിമൈൻഡർ കൊടുക്കുക. അങ്ങനെ എപ്പോഴും എൻ്റെ കസ്റ്റമറിൻ്റെയും വെൻഡറിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ എപ്പോഴും റിക്കൺസൈൽ ചെയ്തിട്ടുണ്ടാകും. ഇതുപോലെ കുറച്ച് മാനേജ്മെൻറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോയാൽ ഒരു അക്കൗണ്ടൻറ്റിന് അല്ലെങ്കിൽ എൻ്റെ ടോപ്പ് അതോറിറ്റീസിനായാലും അവരുടെ അക്കൗണ്ട്സ് ചെയ്യുന്ന ആ ഏരിയ നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്താണ് ഇപ്പോൾ സെക്കൻഡ് സ്കില്ല് ഞാൻ പറഞ്ഞത്? ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റിൽ ഒരു പാർട്ടാണ് ഞാനിപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വന്ന മാനേജ്മെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെന്താണ്? നാളെ ചെയ്യേണ്ട വർക്ക് ഇന്ന് തന്നെ പ്ലാൻ ചെയ്യുക. നാളെ ഷെഡ്യൂൾ ചെയ്യേണ്ട ടാസ്ക് അത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. ഒരേ ടാസ്കിൽ കുറേ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ മാനേജ് ചെയ്ത് പോയാൽ നമുക്ക് ആ ടൈമും കറക്റ്റ് സമയത്ത് മാനേജ് ചെയ്യാം. അല്ലെങ്കിൽ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും എല്ലാം കൂടെ സ്ട്രഗിൾ ചെയ്ത് ഒന്നിനൊന്നായി എക്സ്ട്രാ പേയ്മെൻറ്റ്സും റെസീറ്റ്സും ആകെ ഫാബ്രിക്കേറ്റായി ഇങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാം. അപ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ വെറുതെ ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ പഠിക്കുക അല്ലെങ്കിൽ ഒരു തിയറി പഠിച്ചിട്ട് പോവുക, അതല്ല. അത് പഠിച്ച് അത് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നും കൂടെ പഠിപ്പിക്കുന്ന അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണം നമ്മൾ ഈ കോഴ്സ് എടുക്കാൻ. അപ്പോഴേ ആ സർട്ടിഫിക്കേഷൻ കോഴ്സിന് അപ്സ്കില്ലിംഗ് സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ജോബിൽ പ്ലേസ്ഡ് ആവും. സോ ഈ 3 സ്കിൽ ഉണ്ടെങ്കിൽ അപ്സ്കില്ലിംഗ് സർട്ടിഫിക്കേഷൻ കോഴ്സ്, ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ആൻഡ് തേർഡ് വൺ ഇസ് പ്രൊഫിഷ്യൻസി ഇൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഈ 3 സ്കിൽസും കൂടെ കൂടുന്ന അങ്ങനത്തെ ഒരു കോഴ്സ് ആവണം നമ്മൾ പ്രാക്ടിക്കൽസ് ആൻഡ് തിയററ്റിക്കൽസ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ. ഇത് അച്ചീവ് ചെയ്യാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യാം. Audi Group of Institutions, the most trusted quality training provider.